എല്ലാ അന്തംഗമികൾക്കും നല്ല നമസ്കാരം. സത്യത്തിൽ രാഘവനെ കൊല്ലാൻ നടന്നവർ ഇന്ന് അയാളുടെ മോനെ ചങ്കിലെടുത്ത് വെച്ചിരിക്കുക. കോഴമാണി എന്നേ അവർക്ക് മാണി പുണ്യാളനായി. അങ്ങേരെ ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ ഈ പരീക്ഷകൾ നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ ഇനി 50 വർഷമെങ്കിലും ജനം ഓർക്കും. സ്പീക്കറുടെ ഓഫീസ് ഫർണിച്ചർ തകർത്തവൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയായി കുട്ടികളെ ഉപദേശിക്കുന്നു. കോഴമാണിക്കായി എൻ്റെ വക 500 എന്നും പറഞ്ഞ് പണം പിരിച്ച അന്തംഗമികൾക്കെല്ലാം തൊണ്ടയ്ക്ക് നേന്ത്രപ്പഴം കുടുങ്ങി ശബ്ദം അടഞ്ഞുപോയി. ഇത്രയേ ഉള്ളൂ ഈ നാറികളുടെയൊക്കെ ആദർശം. സ്ഥാപക നേതാവ് വർഷങ്ങൾ കോടതി കയറി ഇറങ്ങിയാണ് കൊട്ടാരക്കര കൊമ്പൻ പിള്ളച്ചനെ അഴിമതി കേസിൽ അകത്താക്കിയത്. പക്ഷേ വിചിത്രമായ ഒരു രോഗമുണ്ടാക്കി അങ്ങേരെ പുറത്തെത്തിച്ച മഹാൻ, അതായത് അങ്ങേരുടെ മഹൻ, ഇന്ന് കാരണഭൂത തിരുമനസിൻ്റെ പ്രിയതോഴനും മന്ത്രിയും. ആ മാന്യദേഹത്തെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്ന് അങ്ങേരുടെ മണ്ഡലത്തിൽ പോയി മൈക്കിലൂടെ ലോകത്തെ അറിയിച്ചത് ഇവരുടെ പ്രമുഖ വനിതാ നേതാവ് PK ശ്രീമതി. രാഘവനെ തടയാൻ ചാവേറുകളായി 5 പേരെ ഈ പാർട്ടി ബലി കൊടുത്തു. അവർക്കും അവരുടെ കുടുംബത്തിനും പോയി, അല്ലാതെ ആർക്ക് പോകാനാ? അതിൻ്റെ ആ കഥനകഥകൾ സീരിയലൈസ് ചെയ്ത് പലതവണ ഇവർ അധികാരമേറി. സാശ്രയ കോളേജിനെതിരെ സമരം നയിച്ച നേതാക്കളുടെ മക്കൾ സാശ്രയ കോളേജിൽ ഒക്കെ പഠിച്ച് ചിലർ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് വലിയ IT കമ്പനിയൊക്കെ സ്ഥാപിച്ച് ബൂർഷ സെറ്റപ്പിൽ കോടീശ്വരരായി. പലരും മക്കളെ യൂറോപ്പിലേക്ക് കയറ്റി അയച്ചു. വിപ്ലവത്തിനല്ല, കായുണ്ടാക്കാൻ. പുഷ്പൻ, ഷിബുലാൽ, റോഷൻ ഇവരൊക്കെ മാത്രം മണ്ടന്മാരായി. ഇന്നും ചിരിക്കുന്നത് രാഘവൻ മാത്രം. പുഷ്പനെ അറിയാമോ, നമ്മുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ. ഈ പാട്ട് തിരിച്ചാണ് പാടേണ്ടത്. ഇനിയെങ്കിലും ഈ പാട്ട് മാറ്റി പാടണം സഖാക്കളെ, അല്ലെങ്കിൽ വലിയ ആത്മവഞ്ചനയാവും അത്. രാഘവനെ അറിയാമോ, നമ്മുടെ രാഘവനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ.